വാർത്തകളിലേക്ക് വിശദമായി ഡോക്ടർ ബി.ആർ. അംബേദ്കറെ അനുസ്മരിച്ചുള്ള പാർലമെന്റിലെ ഭരണഘടനാ ചർച്ചയിൽ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കും. ഇന്നലെ സോണിയാഗാന്ധി അടക്കമുള്ളവർ അസഹിഷ്ണുതയെപ്പറ്റി പരാമർശിച്ചതിനാൽ മോദി ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയേക്കും. ഭരണഘടനയിൽ പ്രതിബദ്ധത ഉറപ്പിച്ച് പാർലമെന്റ് പ്രമേയം പാസാക്കും. ഭരണഘടനയുടെ ആമുഖത്തിൽ 42ാം ഭേദഗതിയിലൂടെ ഉൾപ്പെടുത്തിയ മതനിരപേക്ഷത, സോഷ്യലിസം എന്നീ വാക്കുകൾ ചോദ്യം ചെയ്തുകൊണ്ടാണ് സർക്കാർ ഇന്നലെ ചർച്ച തുടങ്ങിവെച്ചത്. എന്നാൽ പ്രതിപക്ഷ നിരയിൽ നിന്ന് സംസാരിച്ച നേതാക്കൾ ഭരണഘടന പുനഃപരിശോധിക്കാൻ ശ്രമിച്ചാൽ ശക്തമായ പ്രത്യാഘാതമുണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകി. രാജ്യത്ത് ചോരപ്പുഴയൊഴുകാൻ ഇത് വഴിയൊരുക്കുമെന്ന കോൺഗ്രസ് നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പരാമർശം ലോക്സഭാ സ്പീക്കർ സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്തു. ഭരണഘടനയിൽ മാറ്റം വരുത്തിയാൽ രാജ്യം അപകടത്തിലാകുമെന്നാണ് താൻ ചൂണ്ടിക്കാട്ടിയതെന്ന് ഖാർഗെ വിശദീകരിച്ചു. ഭരണഘടനാ ചർച്ചയിൽ രാജ്യത്തെ അസഹിഷ്ണുത ഉന്നയിച്ച് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ ശ്രമം. അതുകൊണ്ട് തന്നെ ചർച്ചയിൽ ഇടപെട്ട് സംസാരിക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇക്കാര്യം അഭിസംബോധന ചെയ്യാതിരിക്കാനാകില്ല. അസഹിഷ്ണുതയിൽ പ്രത്യേക ചർച്ച വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നതിനിടെ ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ വിശദീകരണത്തിലൂടെ വിഷയം തണുപ്പിക്കാനും നീക്കമുണ്ടായേക്കാം. ഭരണഘടനാ പ്രതിബദ്ധത വ്യക്തമാക്കി പാർലമെന്റ് പ്രത്യേക പ്രമേയം പാസാക്കും. പ്രമേയത്തിൽ അസഹിഷ്ണുതയെ അപലപിക്കുന്ന വരികൾ ഉൾപ്പെടുത്തണമെന്നാകും പ്രതിപക്ഷത്തിന്റെ നിലപാട്. റിപ്പോർട്ടർ, ദില്ലി.